കൊച്ചമ്പ്രാട്ടി, കൊച്ചമ്പ്രാട്ടി, കൊച്ചമ്പ്രാട്ടി. എന്താ? രാജ്യകാര്യാലയത്തിൽ നാഗമാണിക്യവുമായി ഒരാൾ വന്നിരിക്കുന്നു. അദ്ദേഹമാണോ? അതറിയില്ല. നീരാട്ടുകടവിൽ പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ഓടി വന്നതാണ്. ശേഷയ്യ, അടിയൻ പൊന്നു തമ്പുരാന് കാഴ്ച നൽകാൻ നാഗമാണിക്യവുമായി വന്നിരിക്കുന്ന ആളാണ്. എന്റെ കണ്ണിന് കാഴ്ച കിട്ടി. എല്ലാം എനിക്കിപ്പോ കാണാം. മോളെ, മോളെ, മോളെ. അച്ഛന് കാഴ്ച തന്ന ആ വലിയ മനുഷ്യനെവിടെ? ഈ സന്തോഷത്തിനിടയിൽ ഞാനത് മറന്നുപോയി മോളെ. അയാൾ അതാ പോകുന്നു. നിൽക്കൂ. ഒരു നിമിഷ നേരത്തേക്ക് അവഗണിച്ചതിന് മാപ്പ് പറയൂ. എന്ത് പ്രതിഫലമാണ് നാം തരേണ്ടത്? മടിക്കണ്ട, പറഞ്ഞോളൂ. രാജ്യത്തിന്റെ അംശം വേണം, ഖജനാവിന്റെ പകുതി വേണം. എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടും. എന്തെങ്കിലും സ്വീകരിക്കാതെ ഇവിടുന്ന് പോകരുത്. എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതി. ഈ രാജ്യത്തുള്ള എന്തും നൽകാമെന്നായിരുന്നു വിളംബരം. ചോദിക്കൂ. ആ മഹാമനസ്കൃതയ്ക്ക് നന്ദി. അടിയൻ ചോദിക്കുന്നത് അങ്ങ് തരില്ല. തരും. എന്റെ ജീവൻ വേണമെങ്കിലും നാം തരും. ചോദിക്കൂ. എങ്കിൽ എനിക്ക് വേണ്ടത് പറയൂ. ഈ കൊച്ചു തമ്പുരാട്ടിയാണ്. നീ എന്താണ് ആവശ്യപ്പെട്ടത്? വീരഭദ്ര, മാറി നിൽക്കൂ. നാം സ്വപ്നേവി ചിന്തിക്കാത്തത് ചോദിച്ച് നമ്മളെ ധർമ്മസങ്കടത്തിലാക്കി. മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കൂ. സ്വർണം, രത്നങ്ങൾ, പദവി, എന്തിന്? ഈ രാജ്യം മുഴുവൻ ഞാൻ നിനക്ക് നൽകാം. വേണ്ട, ആവശ്യപ്പെട്ട് നൽകാൻ സാധ്യമല്ലെങ്കിൽ അടിയൻ പോകും. നിൽക്കൂ. ഈ കാഴ്ച നിങ്ങൾ മടക്കിയെടുത്തോളൂ. എന്റെ മകളോടൊത്ത് ഞാൻ ഇരുളിൽ കഴിഞ്ഞോളാം. കാഴ്ച തന്ന അടിയനല്ല, നാഗമാണിക്യമാണ്. അത് കൊണ്ടുവന്നതിന് അടിയൻ ഒരു സമ്മാനം ചോദിച്ചു വന്നേ ഉള്ളൂ. ഇല്ല, ആ സമ്മാനത്തിന് സാധ്യമല്ല. സത്യസന്ധതയ്ക്ക് ശിബി ചക്രവർത്തിയെ പോലും തോൽപ്പിച്ച പാരമ്പര്യമാണ് നാഗമടത്ത് സ്വരൂപത്തിനെന്ന് കേട്ടിട്ടുണ്ട്. അത് അസത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. നിൽക്കൂ. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അച്ഛാ, മകനും മകളുമായി അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അച്ഛൻ എന്നെ തടയരുത്. അച്ഛൻ വാക്ക് പാലിക്കൂ. ഉടനെ എന്റെ വിവാഹത്തിന് ഏർപ്പാട് ചെയ്യൂ. അമ്മേ, പരദേവതേ, ഞാൻ മനസ്സാ വരച്ച പുരുഷൻ നാഗമാണിക്യത്തിനായി എവിടെയോ അലയുന്നു. മറ്റൊരു പുരുഷന് എന്റെ മനസ്സിൽ ഇടമില്ലമ്മേ. എനിക്ക് മാപ്പ് തരൂ. അരുത് രാജകുമാരി. നിങ്ങൾ എന്തിനിവിടെ വന്നു? അന്തഃപുരത്തിൽ കടന്നതിനും മാപ്പ്. രാജകുമാരി എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. ക്ഷമിക്കൂ.
രാജകുമാരി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഒരാളെ മനസ്സാ വരച്ചു കഴിഞ്ഞു. എന്നിട്ട് അയാൾ എവിടെ? അറിയില്ല. ആ മനുഷ്യൻ മരിച്ചെന്നറിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അംഗഭംഗം വന്നവനും വിരൂപനുമായിട്ടാണ് മടങ്ങി വരുന്നതെങ്കിൽ എന്റെ കൈയും നീട്ടി ഞാൻ സ്വീകരിക്കും. അടുക്കാനറയ്ക്കുന്ന കുഷ്ഠരോഗിയായിട്ടാണ് വരുന്നതെങ്കിൽ കുഷ്ഠപ്പെടാത്ത ആത്മാവ് ഞാൻ കണ്ടെത്തും. അയാൾ ആരാണെന്ന് പറയൂ. എന്റെ ആത്മനാഥൻ, പടത്തലവൻ മണ്ണാർക്കാവ് മാടമ്പിയുടെ ഏകപുത്രൻ. അയാളുടെ ആകാര സൗകുമാര്യമാണോ രാജകുമാരി ആകർഷിച്ചത്? അല്ല, ആ നന്മ, ആ ഹൃദയം. മറ്റൊരുവന് ഇനി രാജകുമാരിയുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. എങ്കിൽ നിങ്ങൾക്ക് നന്മ വരട്ടെ. നിൽക്കൂ. ഈ മോതിരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് പറയൂ. ഇത് എന്റെ തമ്പുരാനെ നിങ്ങൾ കൊന്നു. എന്നിട്ട് ആ മോതിരം നിങ്ങൾ തട്ടിയെടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നാഗമാണിക്യം അപഹരിച്ചു. സതി, ശബ്ദിക്കരുത്. എന്റെ പേര് വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ കള്ളനാണ്, കൊലപാതകയാണ്. നിങ്ങളെ ഞാൻ കഴിവിലേക്കും. ആരെവിടെ? ആരും സതി, ഞാൻ ജയദേവനാണ്. എന്ത്? അന്ന് മുഖമൂടികളോട് ഏറ്റുമുട്ടിയപ്പോൾ കിട്ടിയ ഈ മുറിവിൽ നിന്റെ ഉത്തരീയം നീ കീറിക്കെട്ടി. അയ്യോ, അങ്ങേക്കിതെന്ത് സംഭവിച്ചു? എങ്ങനെ ഈ രൂപത്തിലായി? നാഗമാണിക്യം കൈക്കലാക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് നിർഭാഗ്യം സംഭവിച്ചു. കൂടുതലൊന്നും എന്നോട് ചോദിക്കും. ഞാൻ ആരാണെന്ന് നീ ആരോടും പറയുകയും ചെയ്യും. അയ്യോ, എന്റെ തമ്പുരാനെ, എന്റെ തമ്പുരാനെ. ഈ വിരൂപിയെ വിവാഹം ചെയ്ത ഇവൾ സ്ത്രീയല്ല, രാക്ഷസിയാണ്, രാക്ഷസി.